ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓണ പരീക്ഷയുടെ ആൻസർ പേപ്പേഴ്സ് ഒക്കെ ഏകദേശം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റിന്റെ ആൻസർ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ ചില സബ്ജക്റ്റിന്റെ ഒക്കെ ആൻസർ പേപ്പേഴ്സ് കിട്ടിയ സമയത്ത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഓണ പരീക്ഷയ്ക്ക് നന്നായിട്ടൊന്ന് പഠിച്ചാൽ മതിയായിരുന്നു, നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇനി എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ എക്സാമിനെ കുറിച്ചൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. കാരണം ഇനിയാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ വരാനിരിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ഓണം എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ എക്കണോമിക്സിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ മൊത്തം 11 ചാപ്റ്റേഴ്സ് ഉള്ള ഇതിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്, നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് മാത്രമായിരുന്നു ഓണം എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും നമുക്കിനി പറയാം, +2 ഇനിയാണ് ആരംഭിക്കുന്നത്. നമ്മുടെ എക്കണോമിക്സിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ മൊത്തം 11 ചാപ്റ്റേഴ്സിൽ 9 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനായിട്ടുണ്ട്. അതിൽ 9 ചാപ്റ്റേഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വെയിറ്റേജ് കൂടിയ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനായിട്ടുണ്ട്. നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട, കുറച്ചധികം പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാ മക്കളും പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ പഠനം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്, കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ ഇനി മുതൽ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓണം എക്സാമിനെ അത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങണം, സെറ്റ് ആകണം എന്നൊക്കെ പറഞ്ഞ് റെഡി ആയിരിക്കും എല്ലാ മക്കളും. പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ഇനി ഒരുപാട് ചാലഞ്ചസ് വരാനിരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരുപാട് ഇവന്റുകൾ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നുണ്ട്. പക്ഷെ മക്കൾ ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ യുവ ബാച്ചിൽ അടിപൊളിയായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ യുവ ബാച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്ററിന്റെയും വളരെ ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഓണം ഓഫർ കുറച്ച് ദിവസങ്ങൾ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പൊ നമ്മുടെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. +2 പഠനം ഇനി നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഹാപ്പി ലേണിംഗ്.